പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇന്നലെ സവിസ്തരം വല്ലകി യോഗം മുതൽ ഗോളയോഗം വരെയുള്ള സപ്ത രാശികളിൽ രാഹുകേതുക്കൾ ഒഴിച്ചുള്ള സപ്തഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന യോഗങ്ങളെപ്പറ്റി സവിസ്തരം ചർച്ച ചെയ്തു. ഇനി വല്ലകി അഥവാ വീണായോഗം മുതൽ ഗോളയോഗം വരെയുള്ള ഈ 7 യോഗങ്ങളെപ്പറ്റി സവിസ്തരം നാം ചർച്ച ചെയ്യുകയാണ്. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നത് വല്ലകി അഥവാ വീണായോഗമാകുന്നു. രാഹുവും കേതുവും ഒഴിച്ചുള്ള സപ്തഗ്രഹങ്ങൾ സപ്തരാശികളിലായി 7 രാശികളിലായി നിൽക്കുകയാണെങ്കിൽ ആ യോഗത്തിനാണ് വല്ലകി അഥവാ വീണായോഗമെന്ന് പറയുന്നത്. ഇനി ആ യോഗത്തിൻ്റെ ഫലം എന്താണെന്ന് ജാതകാദേശത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രവിക്കുക. വീണായോഗേ ജാതോ വിദ്വാൻ വിവിധാർത്ഥഭോഗ സമ്പന്നഃ സ്വകുലശ്രേഷ്ഠോ മതിമാൻ നിപുണോ ഗീതപ്രിയോ മഹോത്സാഹി. വല്ലകി അഥവാ വീണായോഗത്തിൽ ജനിച്ച വ്യക്തി മഹോത്സാഹി ഭവേത്. അദ്ദേഹം അങ്ങേയറ്റം ഉത്സാഹിയായിരിക്കും, കർമ്മനിരതനായിരിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫലം. ഹി ഈസ് വെരി ആക്റ്റീവ്. ഹി ഈസ് ഓൾവേസ് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ആക്ഷൻസ്. ആക്ഷൻ സാറ്റിസ്ഫാക്ഷൻ എന്നാണ്. ആക്ഷനിലൂടെ മാത്രമേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കൂ. ഉത്സാഹി ലഭതേ കാര്യമെന്നാണ്. അതിനാൽ മഹോത്സാഹിയായിരിക്കും ഈ വല്ലകി യോഗത്തിൽ ജനിച്ചവൻ. പിന്നെ അദ്ദേഹം ആരെല്ലാം ആയിരിക്കും ശ്രദ്ധിക്കുക. അദ്ദേഹം വിദ്വാനും വിവിധ രീതിയിലുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള ആളും നല്ല രീതിയിൽ ജീവിതത്തെ നല്ല ഭോഗത്തോടുകൂടി സുഖത്തോടുകൂടി നയിക്കുന്ന വ്യക്തിയുമായിരിക്കും. അദ്ദേഹം തൻ്റെ കുലത്തിൽ ശ്രേഷ്ഠനായി ഭവിക്കുന്നു. നല്ല ബുദ്ധിമാനായ അദ്ദേഹം കാര്യങ്ങളിൽ വളരെ നിപുണനായിരിക്കും. ഓരോ കാര്യങ്ങളും സാമർഥ്യത്തോടുകൂടി ചെയ്യുന്നു. അദ്ദേഹം സംഗീതാദി വിഷയങ്ങളോട് വളരെയധികം പ്രിയത്വമുള്ള വ്യക്തിയുമായിരിക്കും. തൗരിത്രികം സംഗീതം, സംഗീത ഉപകരണങ്ങൾ, നൃത്തം, മറ്റ് കലാരൂപങ്ങളോട് അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു യോഗത്തിൻ്റെ അധിപനായിരിക്കും ആര്? വല്ലകി അഥവാ ഗീതാ യോഗമുള്ള വ്യക്തി. ജ്യോതിഷപ്രേമികളായ നിങ്ങളും നിങ്ങളുടെ ജാതകപ്രകാരം ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ 7 യോഗങ്ങളിൽ ഏത് യോഗമാണ് ഉള്ളതെന്ന് സ്വയം മനസ്സിലാക്കുക. നമസ്തേ.